കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? സിമെന്റ് അല്ലേ? സിമെന്റിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന് മ്യൂട്ടാക്കോ? സിമെന്റിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. കൽക്കാരിയസ് മെറ്റീരിയലും ആർജിലിയസ് മെറ്റീരിയലും അതുപോലെ തന്നെ ജിപ്സം, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ജിപ്സവും നമ്മൾ ചേർത്തിട്ട് ഈ 3 മെറ്റീരിയൽസും കൂടി മിക്സ് ചെയ്ത മിക്സറെ നമ്മൾ ബേൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തതിന് ശേഷം പൊടിക്കും അല്ലേ? അങ്ങനെ പൊടിച്ചൊരു ഫൈനായിട്ടുള്ള പൗഡേർഡ് ഫോമിലാക്കുന്ന ആ പൗഡർ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? സിമെൻ്റ് എന്ന് പറയുക. ആ സിമെൻ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ? എവിടെയൊക്കെയാണ് നമ്മൾ സിമെൻറ്റ് യൂസ് ചെയ്യുക? എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? പ്ലാസ്റ്ററിങ്, പോയിന്റിങ്, കോൺക്രീറ്റിങ്, ഫ്ലോറിങ് ചെയ്യാനൊക്കെ ആയിട്ട് റൂഫ്, സ്റ്റെയർ, പില്ലറുകൾ, ഫൗണ്ടേഷൻ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ? അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ സ്ക്രീൻ? അതിനുശേഷം എന്താ നോട്ട് ചെയ്തത്? ഇൻഗ്രീഡിയൻസ് അല്ലേ? ലൈമുണ്ട്, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്, കാൽസ്യം, സൾഫേറ്റ്, സൾഫർ ട്രയോക്സൈഡ്, ആൽക്കലി, മഗ്നീഷ്യം. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് കൽക്കാരിയസ് മെറ്റീരിയലും ആർജിലിയസ് മെറ്റീരിയലും അതിൻ്റെ ഒപ്പം ജിപ്സവും. ഓക്കെ, ക്ലിയർ അല്ലേ? അതൊക്കെ മഗ്നീഷ്യം എന്നാണ്. പക്ഷെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് ആയതുകൊണ്ട് നമ്മൾ അതിന് മഗ്നീഷ്യം എന്ന് പറയുന്നു. മഗ്നീഷ്യം ആണെങ്കിലും സെയിം തന്നെയാണ്. ഓക്കെ, മാറ്റമൊന്നുമില്ല. MgO. നമ്മൾ കൂടുതലും മഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഡൗട്ടല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് എന്താ പഠിച്ച? ഗ്രേഡുകൾ, 3 ടൈപ്സ് ഗ്രേഡുകൾ വരുന്നുണ്ട്. 33, 44, 43, 53 അല്ലേ? ഈ 33യും 44, 53 ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? കംപ്രസീവ് സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ യൂണിറ്റ് Newton/mm². ഓക്കെ, പിന്നെന്താണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്? ഫീൽഡ് ടെസ്റ്റുകൾ. നമ്മളൊരു സിമെൻറ്റ്, നമ്മളിപ്പോൾ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എവിടെ യൂസ് ചെയ്യാം? നമ്മൾ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈറ്റിലൊക്കെ വരുമല്ലേ സിമെൻറ്റ്? ആ സിമെൻറ്റിന് നമുക്ക് സൈറ്റിൽ വെച്ച് തന്നെ ഒരു ഇനീഷ്യൽ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. എന്താ? സൈറ്റിൽ വെച്ചിട്ട് നമുക്ക് ആ സിമെൻറ്റിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ എക്സാമിനേഷൻസ് നടത്താൻ പറ്റും. അതാണ് എന്ത്? ഈ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താ? ഇനീഷ്യൽ എക്സാമിനേഷൻ അല്ലേ? സിമെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇനീഷ്യൽ എക്സാമിനേഷൻ നടത്തും. അതിനെയാണ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുക. ഫീൽഡിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റിങ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സോയിലിനെ ചെയ്യില്ലേ? സോയിൽ നമ്മളൊരു സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലോട്ട് നോക്കുമ്പോൾ സോയിലിൻ്റെ നേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അല്ലേ? സോയിൽ എങ്ങനെയുള്ള നേച്ചറാണ്, കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതാണോ, കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാറില്ലേ നമ്മൾ? അതൊക്കെ നോക്കിയിട്ടാണല്ലോ ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യണം നമ്മൾ തീരുമാനിക്കുക അല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? സോയിലിനെ നോക്കി, അതുപോലെ തന്നെ ഒരു ലാൻഡ്, ഒരു സൈറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ സൈറ്റിലെ A to Z കാര്യങ്ങൾ ആദ്യം പോയി നമ്മൾ നോക്കും. അതിന് ശേഷമാണ് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം അതൊക്കെ തീരുമാനിക്കുക അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ ഒരു സിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സിമെൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മളെങ്ങനെ ചെയ്യണം? ഒരു ഇനീഷ്യൽ എക്സാമിനേഷൻ നമ്മൾ നടത്തണം. കാഴ്ചയിൽ, അതായത് നമുക്ക് കൈകൊണ്ട് ചെയ്തു നോക്കാനും അതുപോലെ കണ്ടു മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് സൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതേതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ എന്താണ് വരുന്നത്? കളറ്. ഫസ്റ്റ് വൺ എന്താ? കളറ്. സിമെൻറ്റിൻ്റെ കളർ ഏതാ? നമ്മൾ ഗ്രേ എന്നും ആഷ് എന്നൊക്കെ പറയും. പക്ഷേ എന്താണ്? ഗ്രീനിഷ് ഗ്രേ. ഒരു ചെറിയൊരു ഗ്രീനിഷ് കളർ ഉണ്ട് സിമെൻറ്റിന് ഇല്ലേ? എന്താണ് സിമെൻറ്റിൻ്റെ കളർ? എന്താണ്?
നമ്മൾ ആദ്യത്തെ ഇനീഷ്യലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കളറാണ് നോക്കുക. എന്താണ് സിമെൻറ്റിൻ്റെ കളർ പറഞ്ഞേ? ഏതാ സിമെൻറ്റിൻ്റെ കളറ്? ഗ്രീനിഷ് ഗ്രേ. ഗ്രീനിഷ് ഗ്രേ കളറായിരിക്കണം. ഓക്കെ, സിമെൻറ്റിൻ്റെ കളർ എന്താ? ഗ്രീനിഷ് ഗ്രേ. ഓക്കെ അല്ലേ? സ്ക്രീൻ പോയോ? സ്ക്രീൻ പോയോ? ഒരു മിനിറ്റ്. എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്ക് വന്നില്ല കേട്ടോ. നോക്കാം, അടുത്തത് എന്താണ്? സെക്കൻഡ് വൺ, പ്രസൻസ് ഓഫ് ലംപ്. എന്താ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു? എന്താ ലംബ്? ലംപ്സ് എന്താ? ഈ എയർ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ ഇങ്ങനെ കട്ട പിടിക്കുക അല്ലേ? അതായത് ഒരു പൊടി നമ്മൾ വെള്ളത്തിലിടുമ്പോൾ അത് കട്ട പിടിക്കും അല്ലേ? അതായത് എയറിലെ വാട്ടർ വേപ്പേഴ്സ് ആയിട്ടുള്ള റിയാക്ഷനാണത്. അത് നടത്തുമ്പോൾ എന്ത് പറ്റും? ലംപ്സ് വരും അല്ലേ? കട്ടകൾ വരുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബാഗ്, അതായത് ഒരു സിമെൻറ്റിൻ്റെ ബാഗ് ഓപ്പൺ ആക്കി കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതെന്താ പറ്റും? കട്ടയാവും. അതിലെന്താ? ലംപ്സ് കാണാം. അതായത് ഈ തരി പോലെ നമ്മൾ വെള്ളം കുറച്ച് വെള്ളം എടുത്ത് കുഴച്ച് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും കട്ട. അതിനാണ് എന്ത് പറയുക? ലംപ് എന്ന് പറയുക. പ്രസ്ഡ് ബിറ്റ്വീൻ ദി തം ആൻഡ് ഫോർഫിംഗർ ഇറ്റ് ഷുഡ് ബി പൗഡേർഡ്. എന്ത് ചെയ്യണം? തമ്പും അതുപോലെ തന്നെ ഫോർഫിംഗറും വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനിങ്ങനെ എടുത്ത് റബ്ബ് ചെയ്ത് നോക്കുക. മനസ്സിലായോ എങ്ങനെ ചെയ്യാന്നുള്ളത്? തള്ള വിരലും ചൂണ്ട വിരലും പിടിച്ച് നമ്മളിങ്ങനെ ആ ബാഗിൽ നിന്ന് ആ സിമെൻറ്റ് ഇങ്ങനെ എടുക്കുക. ഒരു പിഞ്ച് എടുക്കുക എന്ന് പറയില്ലേ? പിഞ്ച്, സ്മോൾ പിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പി നോക്കണം. മനസ്സിലായോ? അത് ലംബ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും. അത് പൗഡേർഡ് പൗഡർ, അത്രയും ഫൈനായിട്ടുള്ള പൗഡർ ആണെങ്കിൽ അതെന്താണ്? ഓക്കെയാണ് ആ പൗഡർ, അതായത് ആ സിമെൻറ്റ് ഓക്കെയാണ്. നമ്മളിങ്ങനെ റബ്ബ് ചെയ്യണ സമയത്ത് ലംസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ആ സിമെൻറ്റ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ശരിക്ക് അല്ലേ? ലംസ് വന്നാൽ സിമെൻറ്റ്സ് സാധാരണ യൂസ് ചെയ്യില്ല. ഓക്കെ, അതാണ് ലംബ് നമ്മൾ തിരിച്ചറിയാനായിട്ട്, ഫീൽഡിൽ തിരിച്ചറിയാനായിട്ട് യൂസ് ചെയ്യുക. എന്താണ്? തമ്പും ഫോർ ഫിംഗറും ഉപയോഗിച്ച് നമ്മളൊരു പിഞ്ച് ഓഫ് സിമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ടും കൂടി പ്രസ് ചെയ്യുക. അതായത് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക അല്ലേ? രണ്ട് വിരൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുന്ന സമയത്ത് കട്ടകളും തരികളാണെങ്കിൽ അവിടെ ലംബിൻ്റെ പ്രസൻസ് ഉണ്ട്. അല്ല ഫൈനായിട്ടുള്ള തരികളായിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ സിമെൻറ്റ് ഓക്കെയാണ്. ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ പറഞ്ഞ പ്രസൻസ് ഓഫ് ലംപ്. പിന്നെന്താണ്? അത് തന്നെയാണ് സെക്കൻഡ് വരുന്നത്, റബ്ബിങ്. എന്താ? അല്ലല്ല, ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ, ഫൈൻ ആയിട്ടുള്ള പൗഡേഴ്സ്. മനസ്സിലായി? അത്രയും നല്ല സ്മൂത്തായിട്ട് വരുന്ന പൗഡേർഡ് ഫോമിനാണ് ഫൈൻ എന്ന് പറയാം. ലംബ് എന്താണ്? കട്ടകളാണ്. അതായത് എയറിലെ വാട്ടർ വേപ്പേഴ്സായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു സിമെൻറ്റിൻ്റെ ബാഗ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കുന്നത്. അതെങ്ങനെ കട്ട പിടിക്കുന്നത്? എയറിലെ വാട്ടറിൻ്റെ മോയ്സ്ചറിൻ്റെ കണ്ടൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. നനവ് പറ്റുന്നതാണ്. അപ്പോഴാണ് ഈ കട്ടകളാവുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുട്ടിന് അരിപ്പൊടി കുഴക്കുകയാണെന്ന് വിചാരിക്കും. കുറച്ച് വെള്ളമിട്ട് കുഴച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തരികൾ കാണാറില്ലേ? അതാണല്ലോ ശരിക്കും പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു ടെക്സ്ചർ. തരികൾ ഉണ്ടാവണമല്ലോ, അതേപോലെ ഇരിക്കുക. അതാണ് ലംപ്സ് എന്ന് പറയുന്നത്. തരികൾ, അതായത് ചെറിയ ചെറിയ കട്ടകൾ. ഓക്കെ, ആ അത്രയും ഫൈനായിട്ട് സിമെൻറ്റ് കണ്ടിട്ടില്ല? നമ്മളിങ്ങനെ ഒരു ബാഗ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ പൊടി ഇങ്ങനെ പറക്കണ കണ്ടിട്ടില്ലേ? അത്രയും ഫൈനായിട്ടുള്ള പൊടി അല്ലേ സിമെൻറ്റ്? അങ്ങനെയല്ലേ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ സിമെൻറ്റ് ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ പിക്ക് ചെയ്തിട്ട് അടുത്തേക്ക് ഇടുമ്പോൾ ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കണ കണ്ടിട്ടില്ലേ? അത്രയും ഫൈനായിട്ടുള്ളത് അത്.
മനസ്സിലായോ? പിന്നെ മൂന്നാമത് വരുന്നത് അതുപോലെ തന്നെയാണ് റബ്ബിങ്. വെൻ റബ്ഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ് ഇറ്റ് ഷുഡ് ബി ഫീൽ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ ഫിംഗേഴ്സ്, അതായത് വിരലുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഫീൽ സ്മൂത്ത്, ഭയങ്കര സ്മൂത്തായിട്ട് ഫീൽ ചെയ്യണം. ഓക്കെ, അതാണ് എന്ത് റബ്ബിങ് വരുന്നത്. റബ്ബിങ് ചെയ്യുന്നത് എന്താ, ഇങ്ങനെ തിരുമ്പ കയ്യിലിങ്ങനെ ഇട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യില്ലേ, അത് ഞാൻ റബ്ബിങ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. വെൻ എ ഹാൻഡ് ഫുൾ ഓഫ് സിമെൻറ്റ് ത്രോൺ ഇൻ ടു എ ബക്കറ്റ് ഓഫ് വാട്ടർ ഇറ്റ് ഫ്ലോട്ട്സ്. എന്താണ്, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയാണ് നമ്മൾ, അതിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു കൈ നിറയെ നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ സിമെൻറ്റ് മൊത്തത്തിൽ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു കൈ നിറയെ ഇങ്ങനെ പിടി വാരി എടുക്കൂലേ, എന്തെങ്കിലും ഒരു സാധനം നമ്മളിങ്ങനെ പിടിയായിട്ട് വാരിയെടുത്ത് അതെന്ത് ചെയ്യാണ്, ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇടാണ്. ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിങ്ങനെ പൊങ്ങി കിടക്കും, ഫ്ലോട്ട് ചെയ്ത് കിടക്കും അല്ലേ. അത് പെട്ടെന്ന് എന്താവില്ല, വെള്ളത്തിന് കൂടെ മിക്സ് ആവില്ല. ഓക്കെ, അതായത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒരു കുറച്ച് സിമെൻറ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഫുള്ളയിൽ എടുക്കുകയാണ്. നമ്മുടെ കൈ നിറയെ എന്തെടുക്കുകയാണ്, ഒരു സിമെൻറ്റ് ഇങ്ങനെ എടുക്കുകയാണ് കൈ നിറയെ. എന്നിട്ട് നമ്മൾ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ ഇടാണ്. അങ്ങനെ ഇടുന്ന സമയത്ത് ആ സിമെൻറ്റ് നല്ല സിമെൻ്റ് ആണെങ്കിൽ എന്ത് പറ്റും, അതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതായത് പെട്ടെന്ന് താഴ്ന്നു പോവാതെ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കും. കണ്ടിട്ടുള്ളതല്ലേ അല്ലേ? പൊങ്ങിക്കെടുക്കും, ഫ്ലോട്ട് ചെയ്ത് കിടക്കും, പെട്ടെന്ന് താഴ്ന്നു പോവില്ല. അത് ടൈം എടുത്തേ താഴ്ന്നു പോവുള്ളൂ. ഓക്കെ, അതായത് അത്രയും ഡ്രൈ ആയിട്ടുള്ള ഫൈനായിട്ടുള്ള പൗഡറാണ്. പെട്ടെന്ന് നമ്മളിങ്ങനെ പൊടി ഇങ്ങനെ എടുത്ത് അതിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് താഴ്ന്നു പോവില്ല. അത് ടൈം എടുത്ത് കുറച്ച് ടൈം ഇങ്ങനെ എടുത്താണ് അത് താഴേക്ക് പോവുക. നമ്മളിങ്ങനെ ആദ്യം ഇടുന്ന ഓൺ ദ സ്പോട്ടിൽ അതിങ്ങനെ പൊന്തിക്കിടന്നിങ്ങനെ കിടക്കും, ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഓക്കെ, പെട്ടെന്ന് നനവ് പിടിക്കില്ല. അതായത് എന്താ, ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ പോലെ നിൽക്കും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ, ആർക്കെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മൾ സിമെന്റ് കണ്ടിട്ടില്ലേ, മിക്സ് ചെയ്യുന്ന സമയത്തും വെള്ളം ആദ്യം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് മിക്സ് ആവില്ല വെള്ളത്തിൽ അല്ലേ? ആ ഒരു ക്യാരക്ടർ തന്നെ ഇവിടെയും പറയുന്നുള്ളൂ. പെട്ടെന്ന് വാട്ടറിൽ മിക്സായി പോവില്ല, കുറച്ച് നേരം ഫ്ലോട്ട് ചെയ്തതിന് ശേഷം ടൈം എടുത്തിട്ടേ വാട്ടറിൽ സോളിബിൾ ആവുള്ളൂ. ഓക്കെ, ഇതാണ് ഫോർത്ത് പറഞ്ഞത്. ഫീൽഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെന്താണ്, വൺ ഷുഡ് ഫീൽ കോൾഡ് വെൻ എ ഹാൻഡ് ഈസ് ഇൻസേർട്ട് ഇൻ ടു എ ബാഗ് ഓഫ് സിമെൻറ്റ്. ഒരു സിമെൻറ്റ് ബാഗിൽ അല്ലേ, സിമെൻറ്റിൻ്റെ ബാഗ് എന്നല്ല പറയാം, സിമെൻറ്റ് ബാഗിൽ നമ്മൾ എന്താണ്, കൈ ഇങ്ങനെ ഫുള്ളി മുക്കി വയ്ക്കുകയാണ്. അതായത് ആ സിമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ ഡയറക്ഷൻ നമ്മൾ താഴ്ത്തി വയ്ക്കുന്ന സമയത്ത് എന്ത് ഫീൽ ചെയ്യും, ഒരു തണുപ്പ് ഫീൽ ചെയ്യും. മനസ്സിലായോ? എന്ത് ഫീൽ ചെയ്യും? അല്ല, ആദ്യം നമുക്ക് തണുപ്പാണ് ഫീൽ ചെയ്യുക, പിന്നെ ഹോട്ടാവുന്നത് കയ്യിലേക്ക് കൂടുതൽ ആക്ട് ചെയ്യുന്ന സമയത്ത് പൊള്ളുമ്പോഴാണ് ഹോട്ട്നെസ് ഫീൽ ചെയ്യുക. മനസ്സിലായി? അതായത് ഒരു ഫുൾ ബാഗിലേക്ക് നമ്മൾ ഫ്രഷ് സിമെന്റ്, അതായത് ബാഗിൽ പാക്ക് ചെയ്ത് നമ്മുടെ സൈറ്റിൽ വരുന്ന സിമെന്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്തതിന് ശേഷം ശരിക്കും സിമെന്റ് ചെയ്യുന്ന കൈ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നോക്കുന്ന സമയത്ത് കോൾഡാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? അത് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷന് സമയത്തുള്ള ഹീറ്റൊക്കെ അബ്സോർബ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം. മനസ്സിലായോ? ശരിക്കും സിമെന്റിൽ
എന്താ? അതായത് കൈ ഫുള്ളി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. കൈൻ്റെ ഈ വിരലുകളും ബാക്കി ഭാഗങ്ങളും നമ്മളിങ്ങനെ ഫുള്ളി ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് ഫീൽ ചെയ്യണം? ഒരു തണുപ്പ് ഫീൽ ചെയ്യണം. അതിനുശേഷം ചൂടാവും. അതായത് നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ ഇത് ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊള്ളലും ഇറിറ്റേഷനും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരും. അതല്ല ഞാൻ പറയുന്നത്. കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ച് ഒരു 2 സെക്കൻഡ് നേരം വയ്ക്കുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈറ്റിൽ ഇനീഷ്യൽ ഒരു എക്സാമിനേഷൻ ചെയ്യുന്നത് സിമെൻറ്റിന്. ഓക്കെ, ഒരു 5 പോയിന്റ്. ആദ്യത്തെ എന്താണ്? കളർ. ആദ്യം നമ്മൾ കളർ നോട്ട് ചെയ്യണം. എന്താണ്? ഗ്രീനിഷ് ഗ്രേ. ഒരു ഗ്രേ കളർ, അതിൻ്റെ ഒപ്പം ഒരു ഗ്രീൻ കളറും, ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള കളറും ഉണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും ഗ്രീനിഷ് കളർ ഉണ്ട് സിമെന്റിന്. ഒരു ഗ്രേ കളറോ ഏഷ് കളറോ അല്ല. ഗ്രീനിഷ് ഗ്രേ കളർ തന്നെയാണ് ശരിക്കും സിമെന്റിന് വരിക. ഓക്കെ, ഗ്രീനിഷ് കളറിന്റെ പകരമായിട്ട് സിമെന്റിൽ ചിലപ്പോൾ വൈറ്റ് കളർ കൂടുതൽ കാണാറുണ്ട്. ഈ ഫ്ലൈ ആഷിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരിക്കും. അതെ, അതിന്റെ നമ്മൾ മലബാർ സിമെന്റിനാണ് വൈറ്റ് കളർ കൂടുതലുള്ളത്. ഫൈൻ ഗ്രേ കണ്ടോ, സോളിഡ് വേസ്റ്റ്. അതായത് നമ്മൾ ഫ്ലൈ ആഷുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വോൾക്കാനിക് ആയിട്ടുള്ള ആഷുകളും എന്ത് ചെയ്യുന്നുണ്ട്? സിമെന്റിനെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ അതിൻ്റെ കളറ്. അപ്പം ഇതിൻ്റെ കണ്ടന്റുകൾ കാരണമായിരിക്കണം അങ്ങനെ വൈറ്റിഷ് കളർ കൂടുതൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ 5 പോയിന്റുകൾ പറഞ്ഞത്. എന്താണ്? ഫീൽഡ് ടെസ്റ്റുകൾ. കളർ ചെക്ക് ചെയ്യും, അതുപോലെ ലംബ് ചെക്ക് ചെയ്യും. എങ്ങനെയാ? ഫിംഗർ ഉപയോഗിച്ച് അല്ല, ഒരു പിഞ്ച് ഓഫ് ആദ്യം എടുത്ത് നോക്കും. അതിനുശേഷം നമ്മൾ എന്താണ്? റബ്ബ് ചെയ്ത് നോക്കും. കയ്യിൽ വെച്ച് റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ സ്മൂത്ത് ഫീലിംഗ് ആണ് നമുക്ക് വരേണ്ടത്. പിന്നെന്താണ്? കുറച്ച് സിമെൻറ്റ് നമ്മൾ കൈ കൊണ്ട് എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇടുന്നു. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. ഓക്കെ, പെട്ടെന്ന് സോളിബിൾ ആവില്ല. ആദ്യം എന്തായിരിക്കും? പെട്ടെന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. പിന്നെന്താണ് ചെയ്യുന്നത്? നമ്മൾ കൈ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം എന്ത് ഫീൽ ചെയ്യണം? ഒരു കോൾഡ് ഫീൽ, ഒരു തണുത്ത ഫീൽ വേണം വരാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ. അതെ, ഫീൽഡ് ടെസ്റ്റ് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്ന സംഭവങ്ങളല്ലേ. അതായത് മറന്നുപോയാലും നമുക്ക് ഓർത്തെഴുതാൻ പറ്റുന്നതാണ്. ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫീൽഡിലെത്തുന്ന ഒരു സാധനത്തിന് നമ്മൾ എക്സാമിൻ ചെയ്യണം. കളർ നോക്കുന്നു, ലംബ് നോക്കുന്നു, അത് 2 രീതിയിൽ നോക്കുന്നു. പിന്നെന്താണ്? സിമെൻറ്റ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുന്നു. പിന്നെ കൈ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ കോൾഡ് വരുന്നു. ഇത് മറക്കില്ലല്ലോ. നമ്മളത് ഇമാജിൻ ചെയ്യാണ് മനസ്സിൽ. നമ്മുടെ സൈറ്റിൽ ഒരു സിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എക്സാമിൻ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്തപ്പോൾ സിമെൻറ്റ് വന്നു. ആ സിമെൻറ്റിന് നമ്മൾ ഇനീഷ്യലി എന്താണ്? ഒരു എക്സാമിനേഷൻ ചെയ്യുകയാണ്. അതിന് മ്യൂട്ടാക്കൂ. ഇനീഷ്യലായിട്ട് എക്സാമിനേഷൻ ചെയ്യുകയാണ്. നമ്മളത് ഇമാജിൻ ചെയ്യാം നമ്മുടെ മൈൻഡിൽ അല്ലേ. നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യണം. നിങ്ങളത് ചെയ്യുകയാണ് എന്നുള്ള കാര്യം റിലേറ്റ് ചെയ്ത് വെക്കാൻ മനസ്സിൽ. പിന്നെ അത് മറക്കില്ല. നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ സിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഓക്കെ, മറക്കില്ലല്ലോ. മറക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈറ്റിലൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുക ഓരോ കാര്യങ്ങൾ, സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ. അടുത്ത എന്താണ്? മെയിൻ വെറൈറ്റീസ് ഓഫ് സിമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. എന്താ? OPC അല്ലേ? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, OPC. പിന്നെന്താണ്? പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ്, PPC. ഷോർട്ട് ഫോമുകളുണ്ട് കേട്ടോ. OPC, PPC. പിന്നെന്താണ്? വൈറ്റ് സിമെൻറ്റും കളേർഡ് സിമെൻറ്റും.
ഇതാണ് എന്ത് കോമൺ വെറൈറ്റീസ് ഓഫ് സിമെൻറ്റ്. ഏതൊക്കെയാ? OPC, PPC, വൈറ്റ് സിമെൻറ്റ് ആൻഡ് കളേർഡ് സിമെൻറ്റ്. സുഖമല്ലേ പഠിക്കാൻ? OPC എന്ന് പഠിക്കുക. PPC അതിൻ്റെ ഫുൾ ഫോം എന്താ? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. PPCയുടെ ഫുൾ ഫോം എന്താ? പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ്. ഓക്കെ. പിന്നെന്താണ്? വൈറ്റ് സിമെൻറ്റും കളേർഡ് സിമെൻറ്റും. ആ, അതായത് ഈ ഷോർട്ട് കീയിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക. OPC ആൻഡ് PPC, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആൻഡ് പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ്. ക്ലിയർ അല്ലേ? അല്ല, പറഞ്ഞുതരാം. വൈറ്റ് സിമെൻറ്റും കളേർഡ് സിമെൻറ്റും ഇതാണ് നമ്മൾ കോമൺലി വെറൈറ്റീസ് ഇങ്ങനെ ട്രൈ ചെയ്യാറുള്ളത്, നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്, കോമൺലി യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ് ആൻഡ് കളേർഡ് സിമെൻറ്റ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് നോക്കാം. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്താണ്? OPC. എന്താ പറയുക? OPC. എന്താ OPC നോക്കാം. OPCയുടെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നോക്കാം. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സിമെൻറ്റ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. എന്താണ്? കൺസ്ട്രക്ഷനിൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന സിമെൻറ്റാണ് എന്ത്? OPC, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. എപ്പോഴും OPC എന്ന് പറഞ്ഞ് ഫുൾ ഫോം മറക്കരുത് കേട്ടോ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. OPC എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നും കൂടി പറയാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് OPC എന്ന് മാത്രമേ ഓർമ്മ നിൽക്കുള്ളൂ. ഫുൾ ഫോം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഓക്കെ. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സിമെൻറ്റ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷനിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻ്റാണ് എന്ത്? OPC, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അടുത്ത പോയിന്റ് എന്താണ്? മെയ്ഡ് ഫ്രം ഗ്രൈൻഡിങ് ക്ലിങ്കർ ആൻഡ് ജിപ്സം. എന്താണ്? എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത് ഈ OPC? ജിപ്സവും അതുപോലെ തന്നെ ക്ലിങ്കറും. എന്താ ക്ലിങ്കർ? ഇതാണ് ക്ലിങ്കർ. കണ്ടോ? കട്ടകളായിട്ടുള്ള ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ക്ലിങ്കർ. ഇതൊരു തരത്തിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വേസ്റ്റ് പോലത്തെ ഒരു ഫോമാണ്. ഓക്കെ. ഇതുപോലെ കാൽസ്യം കാർബണേറ്റിൻ്റെ കണ്ടൻറ്റും ആർജിലിയസ് കണ്ടൻറ്റും ഒക്കെയുള്ള ക്ലിങ്കർ, അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന വേസ്റ്റ്, ഇതിനാണ് ക്ലിങ്കർ എന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറച്ച് സൈസൊക്കെ കുറവുള്ള ക്ലിങ്കറുകളൊക്കെ കാണാം. ഓക്കെ. ക്ലിങ്കർ എന്തൊക്കെയാ? ക്ലിങ്കറും ജിപ്സവും. ആ, ക്ലിങ്കർ എന്താണ്? ക്ലിങ്കറിൽ കാൽക്കാരിയസ് മെറ്റീരിയലും ആർജിലിയസ് മെറ്റീരിയലും ഉണ്ടാവും. പിന്നെ നമ്മൾ ജിപ്സം നമ്മൾ സ്മോൾ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ജിപ്സവും. ഓക്കെ. സ്ക്രീൻ പോയോ? ആ, വന്നു. മെയ്ഡ് ഫ്രം ഗ്രൈൻഡിങ് ക്ലിങ്കർ ആൻഡ് ജിപ്സം. എന്താണ്? ജിപ്സവും ക്ലിങ്കറും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? OPC. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? യൂസ്ഡ് ഫോർ ജനറൽ കൺസ്ട്രക്ഷൻ സച്ച് ആസ് ബിൽഡിംഗ്, ബ്രിഡ്ജ്, റോഡ്സ് ആൻഡ് ഡാംസ്. എന്നൊക്കെ യൂസ് ചെയ്യും? ബിൽഡിംഗ്, കോമയുണ്ട് കേട്ടോ, ബ്രിഡ്ജസ്, റോഡ്സ് ആൻഡ് ഡാംസ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? OPC യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? രതീഷ് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ ആണ്. അടുത്തെന്താണ്? അവൈലബിൾ ഇൻ 3 ഗ്രേഡ്സ്. ഏതൊക്കെ ഗ്രേഡുകളാ? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. OPC 33, OPC 43 ആൻഡ് OPC 53. ആരുടെയോ അവിടെ നിന്ന് നല്ല വോയിസ് വരുന്നുണ്ട്, ഒന്നും മ്യൂട്ടാക്കാം. എന്താണ്? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ 33 ഗ്രേഡാണ്. പിന്നെ ഏതാണ് വരുന്നത്? 43 ഗ്രേഡ് വരുന്നുണ്ട്. പിന്നെ
53യും വരുന്നുണ്ട്. ഓക്കെ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഓക്കെ ആണോ? ഓക്കെ ആണ്. സിമ്പിളല്ലേ പഠിക്കാൻ? അടുത്ത എന്താണ്? PPC. എന്താ? PPC, പോർട്ട്ലാൻഡ് പൊസലാന സിമെന്റ്. പോർട്ട്ലാൻഡ് പൊസലാന സിമെന്റ്. ആ നോട്ട്സ് തരുമ്പോൾ എഴുതാട്ടോ. വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഗ്രേഡ്സ് ആണ് OPC 33, OPC 43 ആൻഡ് OPC 53 ഗ്രേഡുകൾ കേട്ടോ. ക്ലാസ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നോട്ട്സ് പിന്നെ എഴുതാമെന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത നോക്കിയാലോ, പോർട്ട്ലാൻഡ് പൊസലാന സിമെന്റ് PPC. എന്താണ്? മെയ്ഡ് ബൈ മിക്സിംഗ് പോർട്ട്ലാൻഡ് സിമെന്റ് വിത്ത് പൊസലാനിക് മെറ്റീരിയൽ ലൈക്ക് വോൾക്കാനിക് ആഷ്, ഫ്ലൈ ആഷ് ഓർ സിലിക്ക ഫ്യൂം. എന്താ പറയുന്നത്? ഈ പോർട്ട്ലാൻഡ് പൊസലാന സിമെന്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? നമുക്ക് പോർട്ട്ലാൻഡ് സിമെന്റ് ഉണ്ട് അല്ലേ? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് അറിയാലോ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് വിത്ത് എന്തും കൂടി ആഡ് ചെയ്യും? അബ്ദുള്ള കുട്ടി ലേറ്റ് ആയിട്ടാണല്ലോ. എന്താണ്? എന്താ? ഇവിടെ തന്നെയാണോ പറയുന്നേ? എനിക്ക് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പോർട്ട്ലാൻഡ് പൊസലാന സിമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് മ്യൂട്ട് ആക്കൂട്ടോ. പോർട്ട്ലാൻഡ് പൊസലാന സിമെന്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള പോർട്ട്ലാൻഡ് സിമെന്റ് വിത്ത് എന്താണ്? പൊസലാനിക് മെറ്റീരിയൽ. ഏതൊക്കെ ഈ പൊസലാനിക് മെറ്റീരിയൽ വരുന്നത്? വോൾക്കാനിക് ആഷ്. എന്താ വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത്? ഏത് കണ്ടോ? മനസ്സിലായോ വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത്? ആ, അതിൻ്റെ ആഷ് അതിങ്ങനെ പൊട്ടുക എന്നൊക്കെ പറയില്ലേ? അതിങ്ങനെ പൊട്ടി ഒരു സ്ഫോടനം പോലെ ഉണ്ടായിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്ന ആഷ്, അതാണ് എന്ത്? വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത്. പിന്നെന്താണ് പറഞ്ഞത്? എന്താണ്? ഫ്ലൈ ആഷ്. എന്താ ഫ്ലൈ ആഷ്? നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന വേസ്റ്റ് ആണത്. കണ്ടോ? ഇൻഡസ്ട്രിയൽ എമിഷൻസ്, അതായത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് പോകുന്ന പുക, അതായത് ഫ്യൂവൽസ് ഒക്കെ നമ്മൾ ബേൺ ചെയ്യില്ലേ? പെട്രോളിയം, കൽക്കരി, അതൊക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഇതുപോലെ പുകയുണ്ടാവും അല്ലേ? അതിൽ നിന്ന് വരുന്ന സോളിഡ് ആയിട്ടുള്ള വേസ്റ്റിനെ നമ്മൾ എന്താണ്? റീസൈക്ലിംഗ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഫ്ലൈ ആഷ് ഉണ്ടാക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന സ്മോഗ്, അതായത് പുക, അതിൽ വരുന്ന സോളിഡ് വേസ്റ്റിനെ റീസൈക്ലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? ഫ്ലൈ ആഷ്. ഈ വോൾക്കാനിക് ആഷ് പോലുള്ള ഒരു ആഷാണ്. വോൾക്കാനിക് വേസ്റ്റ് വരുന്നത് പോലെ നമ്മൾ എന്താണ്? ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന പുകേനെ നമ്മൾ എന്ത് ചെയ്യും? സോളിഡ് വേസ്റ്റിനെ എന്ത് ചെയ്യാണ്? റീസൈക്ലിംഗ് ചെയ്ത് നമുക്ക് വേണ്ട ആഷ്, അതായത് അത്രയും ഫൈനായിട്ടുള്ള പൗഡേഴ്സൊക്കെ ആക്കിയതിന് ശേഷം യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ഈ വോൾക്കാനിക് ആഷും ഫ്ലൈ ആഷും ക്ലിയർ അല്ലേ? എൻ്റെ എക്കോ ആണോ? ഒന്ന് മ്യൂട്ട് ആക്കൂട്ടോ. എനിക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ ഓക്കെ ആണല്ലോ? ഇപ്പോൾ അത് ഇവിടെ നിന്നായിരിക്കും.
ഇപ്പോൾ ഓക്കെ ആണോ? ഒരു ബാക്കിലൊരു BGM വരുന്നുണ്ടല്ലേ? ഒരു മിനിറ്റ്. ശരി. ക്ലാസ് എടുക്കണേ അല്ലല്ലേ? ഹലോ, ഓക്കെ ആണോ? ഞാനൊന്ന് വോളിയം കുറയ്ക്കാൻ വേണ്ടി പോയതാ. വീട്ടിൽ TV വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ആയില്ലേ ഇപ്പോൾ? ഓക്കെ, ഇതാണ് വരുന്നത്. ഏതൊക്കെ മെറ്റീരിയൽസാ? പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ പൊസലാനിക് മെറ്റീരിയൽ. എന്താണ് ഈ പൊസലാനിക് മെറ്റീരിയലിൽ വരുന്നത്? വോൾക്കാനിക് ആഷ്, ഫ്ലൈ ആഷ് ഓർ സിലിക്ക ഫ്യൂം, അതായത് സിലിക്ക ബേൺ ചെയ്തിട്ട് വരുന്ന വേസ്റ്റ്. ഓക്കെ, അതാണെന്ത് സിലിക്ക ഫ്യൂം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പോർട്ട്ലാൻഡ് സിമെൻറ്റും പൊസലാനിക് മെറ്റീരിയലും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ്. എൻ്റെ അടുത്ത് ആരോ ഒരു ദിവസം ഡൗട്ട് ചോദിച്ചായിരുന്നു ഇതിൻ്റെ പൊസലാന എന്നുള്ളത് അല്ലേ? അല്ല, അത് നമ്മൾ പൊസലാനിക് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതൊക്കെയാണ് ആ മെറ്റീരിയൽ. ഓക്കെ, അടുത്ത എന്താണ്? ഇംപ്രൂവ്സ് ദ ഡ്യൂറബിലിറ്റി ആൻഡ് എന്താ എന്താ? അതെ, അവൈലബിൾ ആണല്ലോ. അവൈലബിൾ ആണ്. നോക്കിയല്ലേ, ഇംപ്രൂവ് ദി ഡ്യൂറബിലിറ്റി ആൻഡ് വർക്കബിലിറ്റി ഓഫ് ദി സിമെൻറ്റ്. എന്താണ് ഇത്തരത്തിലുള്ള സിമെൻറ്റിന് ഡ്യൂറബിലിറ്റിയും വർക്കബിലിറ്റിയും ഇംപ്രൂവ്, അതായത് കൂടാറുണ്ട്. ഓക്കെ, അടുത്ത എന്താണ് വരുന്നത്? യൂസ്ഡ് ഇൻ ഹോം കൺസ്ട്രക്ഷൻ, ഡാംസ്, ബ്രിഡ്ജസ് ആൻഡ് തിക്ക് വാൾസ്. മ്യൂട്ടാക്കോ, എന്തൊക്കെയാണ്? ഹോം കൺസ്ട്രക്ഷൻ, ഡാംസ്, ബ്രിഡ്ജസ് ആൻഡ് തിക്ക് വാൾസ്. ഓക്കെ, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതെ. എന്തിൻ്റെയാ? സിമെന്റിൻ്റെയോ? അത് ഞാനേ ഇതിൻ്റെ കൂടെ നോട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താണ്? റെസിസ്റ്റൻറ്റ് ടു കെമിക്കൽ അറ്റാക്സ്. എന്താണ്? കെമിക്കൽ അറ്റാക്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ ഈ കെമിക്കൽ അറ്റാക്സ്? എന്താ? എന്ത് പണിയാൻ? അതെ, കെമിക്കൽ റിയാക്ഷൻസ് കുറവ്. അതായത് കെമിക്കലായിട്ടുള്ള ഇപ്പോൾ സോൾട്ടിൻ്റെ നമ്മൾ ബീച്ച് ഏരിയയിൽ എന്താ പ്രത്യേകത? ഉപ്പിൻ്റെ സോൾട്ടിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കും. അതിൻ്റെ വെള്ളത്തിനും എന്തുണ്ട്? സോൾട്ടിൻ്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോഴായാലും, ഒരു മോട്ടാർ മിക്സ് ചെയ്യുമ്പോഴായാലും, കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോഴായാലും അതിൻ്റെ വാട്ടറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് അല്ലേ? അതെ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം സിമെൻറ്റുകളാണെങ്കിൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് വളരെ കുറവായിരിക്കും. അതായത് കെമിക്കലായിട്ടുള്ള ഉണ്ടാവുന്നതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷനെ. ഓക്കെ, അതാണ് കെമിക്കൽ റിയാക്ഷൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ മനോജ് പറഞ്ഞതുപോലെ ബീച്ച് ഏരിയയിലുള്ള സോൾട്ടിൻ്റെ കണ്ടൻറ്റ്, അതിപ്പോൾ ചിലയിടത്ത് ചില സോയിലിലും ആൽക്കലി കണ്ടൻറ്റുകളും അതുപോലെ ആസിഡ് കണ്ടൻറ്റുകളും കൂടുതലുള്ളതുണ്ടായിരിക്കും. അവിടെയും ഇതുപോലെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കാം. അവിടുത്തെ വാട്ടറിൻ്റെ പ്രസൻസ് കൊണ്ട് നടക്കാം, സോയിലിൻ്റെ നേച്ചർ കൊണ്ട് നടക്കാം അല്ലേ? അതുപോലുള്ള കെമിക്കൽ റിയാക്ഷൻസ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു അല്ല. വേറെ ആരെയും എന്താ ചോദിച്ചല്ലോ? വേറെ
എന്താ? എനിക്ക് ക്ലിയർ ആവുന്നില്ല. എന്താ? ആ റെഡി മിക്സ്. ആ എന്ത് കൂട്ടുന്നുണ്ടെന്ന്? ഫ്ലൈ ആഷ് യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഓരോ എവിടെയൊക്കെയാണ് കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുക. കൂടുതലും ഈ ഫ്ലൈ ആഷും അതുപോലെ സിലിക്ക ഫ്യൂംസും അതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എത്ര പോയിന്റ് ഉണ്ട്? 4 പോയിന്റ്. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. പോർട്ട്ലാൻഡ് പൊസലാന സിമെന്റ് ഇതിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? കഴിഞ്ഞതിൽ 4 പോയിന്റ്. ഓക്കെ, അടുത്തൊന്ന് നോക്കിയാലോ. വൈറ്റ് സിമെന്റ്. വൈറ്റ് സിമെന്റ് എന്താ വരുന്നത്? മെയ്ഡ് ഫ്രം റോ മെറ്റീരിയൽസ് വിത്ത് ലോ ലെവൽ ഓഫ് അയേൺ ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ്. എന്താണ് ലോ ലെവൽ ഓഫ് അയേൺ ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ്? കാരണം എന്താ? നമ്മുടെ നോർമൽ ആയിട്ടുള്ള സിമെൻറ്റിന്, അതായത് ഗ്രീനിഷ് ഗ്രേ കളറാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ അയേണും മഗ്നീഷ്യവും ആണ് എന്ത് കൊടുക്കുന്നത്? അലുമിനിയോ എന്താണ് കൊടുക്കുന്നത്? കൂടുതൽ കളർ കൊടുക്കുന്നത്. അതായത് ആ ഹാർഡൻ ആക്കുന്നതും എന്താണ്? ഈ അയേണും മഗ്നീഷ്യവും ആണ് അല്ലേ? അപ്പം അതിൻ്റെ കണ്ടൻറ്റ് മ്യൂട്ടാക്കോ. അതിൻ്റെ കണ്ടൻറ്റ് കുറവുള്ള മെറ്റീരിയൽസാണ് എന്തിന് യൂസ് ചെയ്യുക? വൈറ്റ് സിമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുക. ലോ ലെവൽ. ഓക്കെ, അതായത് അയേണും മഗ്നീഷ്യം ഓക്സൈഡും കുറവുള്ള മെറ്റീരിയൽസാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുക? അല്ലെങ്കിൽ അത് കുറച്ചിട്ടായിരിക്കും, അതിൻ്റെ കണ്ടൻറ്റ് കുറച്ചിട്ടായിരിക്കും നമ്മൾ വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അടുത്ത പോയിന്റ് എന്താണ്? യൂസ്ഡ് ഫോർ ഡെക്കറേറ്റീവ് പർപ്പസസ് അല്ലേ? നമ്മൾ വൈറ്റ് സിമെൻ്റ് ഒക്കെ അതിന് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യാം. ഡെക്കറേറ്റീവ് പർപ്പസസ് സച്ച് ആസ് ആർക്കിടെക്ചറൽ, കോൺക്രീറ്റ്, ടെറാസോ ആൻഡ് ടൈൽ ഗ്രൗട്ട്. അറിയണ്ടല്ലേ വൈറ്റ് സിമെൻറ്റ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന്? ഇതൊക്കെയാണ് വൈറ്റ് സിമെൻറ്റിൻ്റെ യൂസസും വൈറ്റ് സിമെൻറ്റിലും പറയാനുള്ളത്. ഓക്കെ, അടുത്ത എന്താണ്? ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക്. എന്താണ് ലാസ്റ്റ് വൺ? കളേർഡ് സിമെൻറ്റ്. എന്താണ് കളേർഡ് സിമെൻറ്റ്? എന്താണ്? മെയ്ഡ് ബൈ മിക്സിങ് 5% to 10% മിനറൽ പിഗ്മെൻറ്റ്സ് വിത്ത് OPC. എന്താണ് OPC? OPC എന്താ? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. മറക്കരുത് കേട്ടോ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഒപ്പം എന്തുണ്ടായിരിക്കും? 5% തൊട്ട് 10% വരെ പിഗ്മെൻറ്റ്സ്. എന്താ പിഗ്മെൻറ്റ്സിന്? പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? കളറ്. മനസ്സിലായോ? പിഗ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, OPCയുടെ ഒപ്പം 5 തൊട്ട് 10% വരെ കളറ്. അതായത് കളറായിട്ടായിരിക്കില്ല നമ്മൾ ആഡ് ചെയ്യുക. ഈ കളർ കിട്ടാൻ വേണ്ടി ഏത് മിനറൽസാണ് അല്ലെങ്കിൽ ഏത് മെറ്റൽസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് എലമെൻറ്റ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഗ്രീനിഷ് കളർ പറഞ്ഞു. ഗ്രീനിഷ് കളർ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? അലുമിന അല്ലേ? അതുപോലെ ഗ്രേ കളർ നമ്മൾ അയൺ ഓക്സൈഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഗ്രീനിഷ് കളർ വന്നത് അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഏത് കളറാണോ വേണ്ട അതിനനുസരിച്ചിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര വരെ പെർസെൻറ്റേജ് പറഞ്ഞേ? 5 to 10. ഓക്കെ, അടുത്തെന്താണ്? യൂസ്ഡ് ഫോർ ഡെക്കറേറ്റീവ് പർപ്പസസ് സച്ച് ആസ് ഗാർഡൻ പാത്ത്. എന്താ പാത്ത്? ഫുഡ് പാത്ത് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? നടക്കാനുള്ള വഴി. അതുപോലെ തന്നെയാണ് ഗാർഡൻ പാത്ത്. അതായത് നമ്മൾ ഗാർഡൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്ന ആ പോർഷനൊക്കെ. അതുപോലെ എന്താണ്? ഫ്ലോറ്, കളേർഡ് ആയിട്ടുള്ള ഫ്ലോറുകൾ ചെയ്യാറില്ലേ? പിന്നെന്താണ്? സ്വിമ്മിങ് പൂൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ നീല കളറ് അല്ലേ?
സ്വിമ്മിംഗ് പൂൾസ് ആൻഡ് ഓർണമെൻ്റൽ കോൺക്രീറ്റ് പ്രൊഡക്ട്സ്. ഓക്കെ, എന്താണ് ഓർണമെൻ്റൽ എന്ന് ഉദ്ദേശിച്ചേക്കണേ? അതായത് നമ്മൾ കോൺക്രീറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന, ഇതിപ്പോൾ എന്താ പറയുക, ഇൻ്റർലോക്ക് ഒക്കെ ഇല്ലേ കോൺക്രീറ്റിൻ്റെ, ആ അതൊക്കെയാണ് എന്ത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കളേർഡ് സിമെൻറ്റ് യൂസ് ചെയ്യുക. ഡെക്കറേറ്റീവ് പർപ്പസസ്, അതായത് നമ്മൾ വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡെക്കറേറ്റീവ് പർപ്പസസിനും ഗാർഡൻ പാത്ത്, ഫ്ലോർസ്, അതായത് കളേർഡ് ആയിട്ടുള്ള ഫ്ലോറുകൾ ചെയ്യാനായിട്ട് മെയിൻലി സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഓർമ്മ വരണം കേട്ടോ. പിന്നെ ഓർണമെൻ്റൽ കോൺക്രീറ്റ് പ്രൊഡക്ട്സ്, കോൺക്രീറ്റിൻ്റെ പ്രൊഡക്ട്സ്. എന്താ എന്താ റെഡ് ഓക്സൈഡ് കേട്ടിട്ടുണ്ട്, ബ്ലാക്കിന്റെ കാര്യം എനിക്കറിയില്ല. ബ്ലാക്ക് ഓക്സൈഡ് അതായത് ഇതിന്റെ കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഓക്സൈഡിന്റെ ഫോമുകളാണ്. എന്താ ആ അതെ, അതായത് അതിന്റെ കളർ അതായത് കൊണ്ട് റെഡ് ഓക്സൈഡ്. അതെ, എന്താ എന്താണ് പറയുന്നത്? ആ എന്താണ്, എനിക്ക് ബ്രേക്ക് ആയിട്ട് കേൾക്കണോ? അതായത് അതാണ് പറഞ്ഞത്, അതിന്റെ പിഗ്മെന്റേഷന് വേണ്ടിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ഫീൽഡ് ടെസ്റ്റുകൾ പറഞ്ഞു, ഒരു 5 ടൈപ്പ് ഫീൽഡ് ടെസ്റ്റുകൾ പറഞ്ഞു. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് 4 പറഞ്ഞു. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. ഓർഡിനറി OPC, പിന്നെന്താണ് PPC, വൈറ്റ് സിമെൻറ്റ്, ദെൻ കളേർഡ് സിമെൻറ്റ്. ക്ലിയർ അല്ലേ? ചോദിക്കൂ. എന്താ എനിക്ക് ക്ലിയർ ആവണില്ല, ബ്രേക്ക് ആവണോ? ബ്രേക്ക് ആയിട്ടാണ് രതീഷ് കേൾക്കുന്നത്. റേഞ്ചിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഹലോ, എന്താ എന്താ ഹലോ, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ടാണോ കേൾക്കുന്നത്? ഹലോ.